ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നന്നായിട്ട് മെലിഞ്ഞവരെ എങ്ങനെയാണ് തടി വെപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്ക് അതിനെക്കുറിച്ചൊരു കമൻറ്റ് വന്നിരുന്നു. കല്യാണമൊക്കെ ആയിട്ടുണ്ട്, അപ്പോൾ ഇത് മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് വളരെ മാനസിക ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടും. അപ്പം വണ്ണം വയ്ക്കാനായിട്ട്, അതും പെട്ടെന്ന് തന്നെ വണ്ണം വയ്ക്കാനായിട്ട് സഹായിക്കുന്ന 5 ടിപ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടതിന് ശേഷം അതേപോലെ തന്നെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വണ്ണം വെക്കാനായിട്ട് സാധിക്കും. ഡെയിലി രാവിലെ ഒരു ഗ്ലാസ് പാല് കുടിക്കുക, സാധിക്കുമെങ്കിൽ വൈകുന്നേരവും ചായക്കോ കാപ്പിക്കോ പകരം ഒരു ഗ്ലാസ് പാല് കൂടി കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഒരു മുട്ട കഴിക്കുക. ബോധപൂർവം തന്നെ നമ്മൾ കഴിക്കുന്ന പോഷകാഹാരങ്ങളുടെ അളവ് അല്പാൽപമായിട്ട് വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അങ്ങനെ വന്നാൽ നമ്മുടെ ശരീരഭാരം കൂടുന്നതാണ്. അപ്പോൾ വൈകിട്ട് സ്നാക്സായിട്ട് കഴിക്കാൻ പറ്റിയ ഏത്തക്ക ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒരുപാട് വെയിറ്റ് ഗെയിനിന് സഹായിക്കുന്ന കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നതുമാണ്. അപ്പോൾ നല്ല പഴുത്ത ഏത്തപ്പഴം തന്നെ എടുക്കുക. ഏത്തപ്പഴം വണ്ണം കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പോഷകങ്ങളുടെ കലവറയാണ് നമ്മുടെ ഏത്തപ്പഴം. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ വാഴയുടെ പഴമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തൊലിയൊക്കെ പൊളിച്ചതിന് ശേഷം അതിങ്ങനെ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വയ്ക്കുക. ഏത് ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ നീളത്തിൽ കനം കുറച്ചാണ് നമ്മളിവിടെ അരിഞ്ഞിരിക്കുന്നത്. ഏത്തപ്പഴം ഉപയോഗിച്ചിട്ട് ഷെയ്ക്കൊക്കെ ഉണ്ടാക്കാം, അതും വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യിൽ വറുത്തൊക്കെ കഴിക്കുന്നത് വളരെ ഗുണകരമാണ് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് ഏത്തപ്പഴം അതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അത് മൊരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അത് മറിച്ചിട്ടതിന് ശേഷം നമുക്കൊരൽപ്പം പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട് കാഷ്നട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും ഇതിലേക്ക്, അത് കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിശപ്പില്ലാത്ത ആൾക്കാർക്ക് വിശപ്പ് വർദ്ധിക്കാനൊക്കെ ഉണക്കമുന്തിരി ചേർക്കുന്നത് നല്ലതാണ്. അവർ കൂടുതൽ ആഹാരം കഴിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഒരു പിടി പീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള പീര ചേർത്തിട്ട് അതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് അവലാണ് കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഫ്രൈയുടെ കൺസിസ്റ്റൻസി മാറാത്ത രീതിയിൽ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇതാവും. അവലൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ വെയിറ്റ് ഗെയിൻ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇടനേരങ്ങളിലോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാം. വൈകുന്നേരത്തെ സ്നാക്സിന് പകരമായിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിൽ ഇതും ഒരു ഗ്ലാസ് പാലും കൂടിയൊക്കെ കഴിക്കാം. നമ്മൾ സാധാരണ ചോറൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മത്സ്യം, മാംസ്യം, പയറുവർഗ്ഗങ്ങൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിക്കാനായിട്ട് മടിയുള്ളവർക്ക് നമ്മൾ ഇന്നിപ്പോൾ ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി അതിലിട്ട് കഴിക്കുകയാണെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു 1-2 മാസം നമ്മൾ ഇതേപോലെ കഴിച്ചു നോക്കിയതിന് ശേഷം വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ആദ്യം വെയിറ്റ് നോക്കിയിട്ട് വേണം കഴിക്കാൻ തുടങ്ങാൻ. അപ്പോൾ വെയിറ്റിൽ മാറ്റം വരുന്നുണ്ടോ നോക്കുക. മാറ്റം വരുന്നില്ലെങ്കിൽ തീർച്ചയായും തൈറോയിഡിൻ്റെ പ്രവർത്തനം ഒന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ വയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അതും ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ പേർക്കും ഇത് കഴിക്കുമ്പോൾ തന്നെ വെയിറ്റ് കറക്റ്റായിട്ട് തന്നെ കൂടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അറിവുകളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.